ഹലോ ഗൈസ്, അപ്പോൾ ഞാനൊന്ന് ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഞങ്ങളൊന്ന് ടൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ടൗണിൽ പോയ സമയത്ത് ഒരു ചേട്ടനെ കാണാനിടയായി. എന്ന് വെച്ചാൽ ആൾക്ക് നടക്കാനൊന്നും കഴിയില്ല, വയ്യാത്തൊരു ചേട്ടനാണ്. അപ്പോൾ ആൾ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. അപ്പോൾ ഞങ്ങൾ ആളോട് സംസാരിച്ചിട്ട് ഞങ്ങളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂട്ടെ. ആള് 30 വർഷത്തോളമായിട്ട് നമ്മുടെ ടൗണിൽ തന്നെ ലോട്ടറി കച്ചവടം ചെയ്യാണ്. ആൾക്ക് കയ്യിനും സ്വാധീനം ഇല്ലാത്തതാണ്, അതുപോലെ തന്നെ കാലിനും സ്വാധീനമില്ല. എന്നിട്ടും ആളൊരു വീൽ ചെയർ, സൈക്കിൾ പോലത്തെ ഒരു വീൽ ചെയറാണ് ഉപയോഗിച്ചിരുന്നത്. അത് വെച്ചിട്ട് നോക്കിയപ്പോൾ അത് നാശമായി. അപ്പോൾ ഇപ്പോൾ ആൾ റോട്ടിൽ കൂടെ ഇങ്ങനെ നിരങ്ങിയിട്ടാണ് നടക്കുന്നത്. ഭയങ്കര വിഷമം തോന്നും കണ്ടു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ. ആ വീഡിയോ കണ്ട് കഴിഞ്ഞതിന് ശേഷം ആർക്കെങ്കിലും ഒന്ന് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉപകാരമാവും. കാരണം അത്രയും ഒരു സാഹചര്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഒന്ന് വീഡിയോയിലേക്ക് ഒന്ന് പോവാം. ചേട്ടാ ഇവിടെ കുറേ നാളായാ തൃശ്ശൂർ വന്നിട്ട്? എത്ര കൊല്ലായി? എത്ര 30 വർഷമായാ ലോട്ടറി പരിപാടി തന്നെ? അപ്പോൾ കാലത്ത് ഇപ്പോൾ എത്ര മണിക്ക് എത്തും ഇവിടെ? 6 മണിക്ക് വരും. എവിടെ നിന്ന് എടുക്കണം ലോട്ടറി? ഏതാ ഏജൻസി? സ്റ്റാൻഡിൽ നിന്നല്ലേ? ആ, എടുത്തോളൂ. വളരെ ഉപകാരം തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ആ റോഡൊക്കെ മുറിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നിയപ്പോഴാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അത് ചോദിച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആളെ പേര് ഇസ്മായിൽ എന്നാണ്. ആലത്തൂരാണ് വീട്. കറക്റ്റായിട്ട് ആളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക? കാരണം എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക? നമ്പർ എങ്ങാനും ഉണ്ടാവും? എൻ്റെ ഫോണിലൂടെ ആള് ഈ 5 വിളക്കിൻ്റെ അവിടെയാണ് ആള് ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ റോഡൊക്കെ ഇങ്ങനെ നല്ല ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ ആൾക്കൊരു എന്തെങ്കിലും സഹായം നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഉപകാരമായി. ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ആളിപ്പോൾ 30 വർഷത്തോളം ഇപ്പോൾ ലോട്ടറി കച്ചവടം നടത്തിക്കൊണ്ടിരിക്കണം. സൈക്കിൾ പോലെ ചുറ്റണതായിരുന്നു. പക്ഷെ അത് കേട് വന്നു, കൈ വേദനിച്ചു തുടങ്ങി. പിന്നെ ഞങ്ങളത് ചാനലിടുന്നുണ്ട്, ഞങ്ങളുടെ ചാനലിടുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ചേട്ടൻ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞോ. ചേട്ടന് എത്ര മക്കളാണ്? ഒരാണ് ഒരു പെണ്ണ്. ഒരാണൊരു പെണ്ണ്. പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞോ? ഒരാളുടെ കഴിഞ്ഞു. പഠിക്കണോ? എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അല്ല പറയുകയാണെങ്കിൽ ചേട്ടാ പറഞ്ഞോ. ഒന്നും പറയാനില്ല. വീടൊക്കെ സ്വന്തമായിട്ടുണ്ടോ? വീടൊന്നുമില്ല, എന്തെങ്കിലും ദൈവം അനുഗ്രഹിക്കട്ടെ. ചേട്ടൻ എന്തെങ്കിലും ഒരു ഇത് വരും കേട്ടാ. ഞങ്ങൾ വിവരം അറിയിക്കണ്ട കേട്ടാ. ശരിയാടാ, ഓക്കെ ഏട്ടാ. ശരി.